Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ആനീസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് എന്നാ ചോദിച്ചാല് എൻ്റെ മേശ കണ്ടിട്ട് എന്നേലൊക്കെ തോന്നുന്നുണ്ടോ? അതായത് നൂഡിൽസ് പോലെയൊക്കെ ഇരിക്കുന്നത് അല്ലേ. ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പെഗറ്റി ആണ്. സ്പെഗറ്റി വിത്ത് മീറ്റ് ബോൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര നല്ല ടേസ്റ്റാ. ഉള്ള സത്യം പറയാലോ, സ്പെഗറ്റി എന്നൊന്നും കേട്ടിട്ട് എന്നാ പറയാ, എല്ലാവരും കേൾക്കും, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാ. പക്ഷെ എന്നാലും ചില അമ്മമാർ എന്നോട് ചോദിക്കുമ്പോൾ എന്നതാ അത്, ചിലപ്പോൾ നൂഡിൽസ് ആണോ എന്നൊക്കെ ചോദിക്കും. ആ അമ്മമാർക്ക് ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ ഇതൊരു നൂഡിൽസിന്റെ ഫാമിലിയിൽ പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ ആന്നു തന്നെ ഞാൻ പറയും. കാര്യം എന്നാന്ന് വെച്ചാൽ, ഇനി നമുക്ക് അഥവാ സ്പെഗറ്റി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നൂഡിൽസിൽ ചെയ്യാം. പക്ഷെ മാഗി നൂഡിൽസിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് ഫ്ലേവേർഡ് ആണ്. പക്ഷെ എഗ് നൂഡിൽസ് എന്ന് പറഞ്ഞ് പ്ലെയിൻ നൂഡിൽസ് കിട്ടും. അതിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്പെഗറ്റി ഒക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ല, പുറം നാട്ടിലുള്ളതാണ്. ഒരു ഇറ്റാലിയൻ ഡിഷാണ്. അങ്ങനെ വെച്ച് നോക്കുവാന്നേൽ ഉള്ള കാര്യം ഞാൻ പറയാലോ, ടർക്കി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ടാക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ അവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ അടിക്കും, ഇവളെ എവിടുത്തെ പാചകക്കാരിയാണ് എന്നൊക്കെ എന്നോട് ചോദിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്പെഗറ്റി നൂഡിൽസുമായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന ഏക വ്യക്തി എന്ന് പറയുന്ന ഞാനായിരിക്കും എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഞാൻ എന്നാ പറയുന്നതെന്നറിയോ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാന്നേൽ അത് നമുക്ക് എല്ലാ കാര്യവും ഒരുപോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്നാ ചെയ്യാൻ നോക്കും. ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്തറിയോ, കുറച്ച് സ്പെഗറ്റി വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് ഞാൻ വെച്ചേക്കുക. ഇതിൻ്റെ ഒറിജിനൽ ഫോം എന്ന് പറയുന്നതാണ് ഇത് ശരിക്കും നമ്മുടെ ഒരു വെർമസെല്ലിയില്ലേ, അതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ കട്ടിയാ. എന്നാൽ വെർമസെല്ലി വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റിയല്ല. ഇത് നമുക്ക് നൂഡിൽസിൻ്റെ എഗ് നൂഡിൽസ് വെച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് വേണ്ടിയത് ഇത് മാരിനാറ സോസാണ്. ഇത് ശരിക്കും നമുക്ക് ഉണ്ടാക്കാൻ ഒക്കും. ഇല്ല, നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. നെക്സ്റ്റ് എനിക്ക് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഒരു മുട്ട. ഇതെന്നാന്നറിയോ, ഇത് കുറച്ച് പാമസാൻ ചീസാണ്. ഈ പാമസാൻ ചീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഇതിനിപ്പോൾ കറക്റ്റായിട്ട് പാമസാൻ ചീസാണ് നല്ലത്. പക്ഷെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറിനകത്ത്, അതായത് നമ്മുടെ വെളിയിൽ പോയി കടയിൽ നിന്ന് മേടിക്കുന്ന സ്റ്റോറിൽ എന്താ ചീസ് ഉള്ളതെന്ന് വെച്ചാൽ അത് മേടിച്ചാൽ മതി. ഞാൻ ഇന്നത് തന്നെയെന്നൊന്നും പറയുകയല്ല, പക്ഷേ ഇത് കിട്ടിയാൽ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്നതാ ഒരു കഞ്ഞിവെള്ളം പോലെ ഒരു സാധനമൊന്നല്ലേ. ഇതെന്നാന്നോ, ഈ നമ്മൾ പാസ്ത, അതായത് സ്പെഗറ്റി വേവിച്ചേക്കുന്ന വെള്ളമായത്. അതൊരു ഇച്ചിരി മതി, ഇത്രയും വേണ്ട. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് കരുതിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് കുറച്ച് ഒറിഗാനോ. ഇതെന്നാന്നറിയാവോ, കുറച്ച് തൈമാണ്. തൈം എന്ന് പറഞ്ഞാൽ ഒരു ഇലയാ, ഒരു ചെടിയാവും. അപ്പം ആ ചെടി, ആ ഇലയിൽ ഇതിപ്പോൾ ഡ്രൈയാ, ഫ്രഷും കിട്ടുന്ന പോലെ. ഇത് പാസ്ലേ ലീവ്സ് ആണ്. പാസ്ലേ ലീവ്സും ബേസിൽ ലീവ്സും മസ്റ്റാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്യുവാണെങ്കിൽ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക് പൊടിച്ചതാണ്. ഇതെന്നാന്നോ, ഇത് ഇച്ചിരി കീമായ, അതായത് ഇതിന് ബേസിക്കലി ചെയ്യുന്നത് മീറ്റിൻ്റെ കീമായ ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെയാണ്. ഇതെന്നാന്നോ, കുറച്ച് സവാള ബട്ടറിനകത്തിട്ട് ഒരു 1 or 2 വെളുത്തുള്ളി മാക്സിമം ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്ത് വെച്ചേക്കുക. ഇനി വേണ്ടിയത് ഇത് കുറച്ച് സാദാ പശുമ്പാല. ഇതെന്നാത്തിനാന്നറിയാവോ, നമ്മുടെ ഈ ബ്രെഡില്ലേ, ഇതൊന്ന് ഇച്ചിരി കുതിർത്തെടുത്തിട്ട് നമ്മുടെ ഈ ചിക്കനകത്തോട്ടിട്ട് കുഴയ്ക്കാനുള്ള സാധനമാണ്. അപ്പം ഫസ്റ്റ് ഞാൻ ഇത് എളുപ്പമുള്ള ഒരു കാര്യമാണ് കേട്ടോ, എന്നാലും നല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് കുഴയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് 2-3 ബ്രെഡ്, ഒത്തിരി വേണ്ട, 2-3 ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ ഈ പാലിലൊന്ന് കുതിർത്തിടാൻ പോവാണ്. അതായത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ, നമുക്ക് ബ്രെഡ് പൊടിച്ചെടുത്താലും മതി, ഏതായാലും. പക്ഷെ പാലിലിട്ടെടുക്കുന്ന ബ്രെഡ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടും. ഇതിനകത്ത് ഇപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം കുറച്ച് ബ്രെഡ് കുറച്ച് സ്വീറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്നിച്ചിരി കുതിർന്ന് ഇതിനകത്തോട്ടിരിക്കട്ടെ. നല്ല അസലായിട്ട് പിഴിഞ്ഞ് ആ പാലിൻ്റെ ഓൾമോസ്റ്റ് മോയ്സ്ചർ മാറ്റിയിട്ട് വേണം നമ്മൾ കുഴയ്ക്കാനായിട്ട് എടുക്കാൻ. ഇനിയിപ്പോൾ അഥവാ നമ്മളിതിട്ട് അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ബ്രെഡ് കൂടെ പൊടിച്ചിടുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്
ഞാൻ ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക. ഇതിനകത്തോട്ട് നമ്മൾ ഈ കാരമലൈസ് ചെയ്തിരിക്കുന്ന ഉള്ളി ഇതുണ്ടല്ലോ, കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് നമ്മൾ ബട്ടറിനകത്ത് കാരമലൈസ് ചെയ്താണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കീമ അല്ല, ഒരു ചിക്കൻ ബ്രസ്റ്റാണ് കിട്ടിയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാം കൂടെ ഫുഡ് പ്രോസസ്സറിലിട്ട് നമ്മൾ അരച്ചെടുത്താലും മതി. ഈ ചേർക്കുന്ന എല്ലാം കൂടെ, അതായത് 2 ചിക്കൻ ബ്രസ്റ്റ്, ഉള്ളി ചുമ്മാ ഒന്ന് ഇതിനകത്ത് വഴറ്റിയിട്ട്, അതായത് ബട്ടറിനകത്ത് വഴറ്റി വെളുത്തുള്ളിയും കൂടെ വഴറ്റിയേച്ച് ഇതിനകത്തോട്ട് അങ്ങ് അരയ്ക്കാനായിട്ട് ഇട്ടാൽ മതി. ഇനി വേണ്ടത് കുറച്ച് കുരുമുളകാണ്. ഇതിനകത്ത് എരിവ് എന്ന് പറയുന്നത് ഈ കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചീസൊക്കെ ചേർക്കുക. അതുകൊണ്ട് എന്നാന്നറിയോ, ഈ പറഞ്ഞ പോലെ കുറച്ച് ഉപ്പിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം. കുറച്ച് തൈം ഇടുക. ഇത് ചുമ്മാ എന്താ പറയുക, മീറ്റ് ബോൾസ് ആയിട്ട് കഴിക്കാനും നല്ലതാണ്, 4 മണിക്കൊക്കെ അല്ലേ. കുറച്ച് ഒറിഗാനോ, പിന്നെ പാസ്ലേ ഇപ്പം വേണ്ട, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനിടാം. ഇപ്പം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടണം. അതായത് ആ സോസിനകത്തും വേണം, അല്ലാതെ നമ്മുടെ ഈ മീറ്റ് ബോൾസിനകത്തും വേണം. അപ്പം നമ്മുടെ ഈ ചീസ് കംപ്ലീറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു മുട്ട ബാലൻസ് ഉണ്ട് അല്ലേ, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിടാം. ഒന്നെങ്കിൽ മുട്ട അടിച്ചിട്ടിടാം, അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഇട്ടാലും മതി. എന്തായാലും നമ്മൾ കുഴക്കണമല്ലോ. ഇനി വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ്. ചീസിന് ഉപ്പുണ്ട്, അപ്പോൾ ഉപ്പിടുമ്പോൾ ഒരു ഇച്ചിരി നോക്കിയേച്ച് വേണം ഉപ്പ് ചേർക്കാൻ. എല്ലാം ഇട്ട് കുഴച്ചതിന് ശേഷം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ആ ബ്രെഡാ. ഈ ഫുൾ ബ്രെഡ് ഞാൻ എടുക്കാൻ പോവാ. ഇനിയിപ്പോൾ ഈ പാലൊന്നിനും ചെയ്യാനൊക്കത്തില്ല. അപ്പം പിന്നെ നമുക്ക് കൈ ഇതിനകത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാക്സിമം സ്ക്വീസ് ചെയ്തെടുക്കുക. ഇത് കുഴച്ചിട്ട് 10 മിനിറ്റ് വെക്കുവാന്നേലും നല്ലതാട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ചേർത്തേക്കുന്നൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ, ഒറിഗാനോ ഡ്രൈ ആണ്, പാസ്ലേ തൈം കുറച്ച് ഡ്രൈ ആണ്. അതുകൊണ്ടാണ് ഇതിനകത്തൊരു ഗ്രീനിഷ് ലുക്ക് ഇല്ലാത്തത്. അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രഷ് തന്നെ ചേർക്കണം. ഇനി പിന്നകത്തുള്ള കുറച്ച് പാസ്ലേ ലീവ്സ് ആണ്, ഞാനൊരു ഇച്ചിരി ചേർക്കാം, ഒത്തിരി ചേർക്കുകയില്ല. കാര്യം ഇത് ആ സോസിനകത്തോട്ട് ഇച്ചിരി ഇടാനുള്ളതാണ്. കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വേണം ഇത് ചേർക്കാൻ. കാര്യം സോസ് ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് മീറ്റ് ബോൾസിൽ അത് ഇടണ്ട. ഇനി കൈ ഒന്ന് കഴുകട്ടെ. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ, ഇതിനെ കുറച്ച് മീറ്റ് ബോൾസ് ആക്കി മാറ്റണം. അതായത് കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി വെച്ച് നമുക്കതിനെ വറുത്തെടുക്കാനുണ്ട്. അതൊരിച്ചിരി പണിയാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇത്രയും ഇല്ലേ, അപ്പം ഞാൻ അതിനെ ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് വെച്ചാൽ, ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ കയ്യെ തടവി വെച്ച് പെട്ടെന്ന് അതാക്കി എടുക്കാനേ ഉള്ളൂ. ഇത്രയും കുഞ്ഞു ബോളായാൽ മതിയേ, ഒരുപാട് വലുതാവണ്ട. കുറച്ചൊരു സ്മോൾ സൈസ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ മതി. ഇത്രയും മീറ്റ് ബോൾസ് ഞാൻ ഇത്രയും അല്ല കിട്ടുന്നത്, കുറച്ചുകൂടെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പം ഇത്രേ ആവശ്യമുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൈ കഴിച്ചൊന്ന് പറയാം. ഒരു നോൺ സ്റ്റിക്ക് പാനോ എന്തെങ്കിലും വേണം. അപ്പം എന്താണെന്നറിയോ, പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇത് അടി പിടിക്കുകയില്ല. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പം ഇപ്പം നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉപയോഗിക്കുന്ന ഹെൽത്തിന് നല്ലതല്ല, ഇതാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ അതുകൊണ്ട് ഇതെടുത്ത് വെച്ചു എന്ന് വിചാരിക്കരുത്. എൻ്റെ കയ്യിൽ ഇപ്പം എന്താ പറയുക, നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ മാറി പഠിക്കണമല്ലോ, നമ്മളാരും അത് പഠിച്ചിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുക. ഒലീവ് ഓയിൽ ഒരു ഇച്ചിരി ചൂടായി കഴിഞ്ഞാൽ, ഒത്തിരി അങ്ങ് ചൂടാക്കണ്ട, ഇച്ചിരി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഈ മീറ്റ് ബോൾസ് അങ്ങ് ഇടുക. നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ അടി പിടിക്കാൻ പറ്റാത്ത പാത്രത്തിൽ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അവസാനം ഉണ്ടല്ലോ, നമ്മൾ മീറ്റ് ബോൾസ് ഉണ്ടാക്കിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് ചിലപ്പം എന്താ പറയുക, അടി പിടിച്ചേച്ച്
അതെല്ലാം ഒട്ടിപ്പിടിച്ച് ഇതെല്ലാം പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം ചിക്കൻ പൊട്ടിത്തെറിച്ചതെന്നൊക്കെ പറഞ്ഞ് പേര് മാറ്റിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ടുള്ളൊരു പ്രയാസമായി ഈ പറയുന്നത്. ഈ ചിക്കൻ ബോൾസ് നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോണ്ടല്ലോ മൊത്തത്തിൽ അങ്ങ് വറുത്ത് വെന്ത് വരികയില്ല, ഉള്ള സത്യം പറയാം. പക്ഷെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വേവാനുള്ള സ്റ്റോക്ക് നമ്മൾ ചേർക്കാനുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് വറക്കട്ടെ. അതായത് വറക്കാന്ന് പറഞ്ഞാൽ ഇതൊരു ഇച്ചിരി ബ്രൗൺ ആവണം. ഇപ്പം ഞാൻ ഈ 2 അങ്ങോട്ട് മറിച്ചിട്ടേക്കുമല്ലേ, അന്നേരം അതിൻ്റെ അടിയിൽ കണ്ടോ ഒന്ന് ഇച്ചിരി ബ്രൗൺ ആയേ. അതേപോലെ ഓരോ മീറ്റ് ബോളിൻ്റെയും 4 വശം ഒന്ന് ബ്രൗൺ ആവുക എന്നതിലൊരു ഒരു ഭംഗിയല്ലേ എന്ന് പറഞ്ഞ പോലെ. ഈ മീറ്റ് ബോൾസ് വറുത്ത് വരുമ്പോൾ അതിനൊരു ഇച്ചിരി ഉറപ്പ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വറുത്തെടുക്കുന്നത്. അവിടെ ഇവിടെ മൊഴിഞ്ഞൊക്കെ വറുത്തെടുക്കുവാന്നേൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഈ നമ്മൾ വേവാനായിട്ടൊക്കെ ഇടുമ്പം ഇച്ചിരി പൊട്ടിപ്പോവും. മറ്റതാണെങ്കിൽ അതിനൊരു ഉറപ്പ് കിട്ടും. വേണ്ട ഇത്രയൊക്കെ മുരിഞ്ഞേച്ചാൽ മതിയേ, ഒരുപാടിട്ട് മുരിക്കരുത്. ഞാൻ എടുത്തോ അത്രയും പോലും ഒഴിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പേടിയാ, അതെങ്ങാനും പുളി പറ്റി തന്നെ എടുക്കും, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക്, ഉപ്പിന് പകരം ഞാനിപ്പോൾ ഇടാൻ പോകുന്ന എന്നാന്നോ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ഇടാൻ പോകും. ഓക്കെ, 2 ഇപ്പൊ തൽക്കാലം ഇട്ടൂന്നേ ഉള്ളൂ. വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചേർക്കണം. തീ ഞാൻ ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നമ്മുടെ പാസ്തയുടെ വെള്ളമില്ലേ, ഞാൻ പറഞ്ഞില്ലേ സ്പെഗറ്റി വേവിച്ച വെള്ളം, അത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇനി ഞാൻ തീ കത്തിക്കാം.
ഇതിനകത്തോട്ടാണ് നമ്മൾ മാക്സിമം ഈ ബേസിൽ ലീവ്സ് അല്ലെങ്കിൽ പാസ്ലി ലീവ്സ്. നമുക്ക് നമ്മുടെ സ്റ്റോറുകളിൽ എപ്പോഴും ഒരുപോലെ എല്ലാ ലീഫും കിട്ടണം എന്നില്ല, അത് ഡിപ്പെൻസ് ആണ് അല്ലേ. പക്ഷേ ഏതെങ്കിലും ഒരു ലീഫ് മസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുക. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ വേവിച്ച് വെച്ചേക്കുന്ന വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീറ്റ് ബോൾസ് ഇടുവാണ്. ഈ മീറ്റ് ബോൾസ് ഇതിനകത്ത് കിടന്ന് കുറച്ച് അതിൻ്റെ ആ ഫ്ലേവറും എല്ലാ കാര്യങ്ങളും ഒന്ന് ആ മീറ്റ് ബോളിൽ പിടിക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച സ്ഥിതിക്ക് ഒരാൾക്കുള്ള വേണ്ടിയ ക്വാണ്ടിറ്റി ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉപയോഗിച്ചിട്ടെ, ടോങ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ നമ്മൾ വീട്ടമ്മമാരല്ലേ, കൈയല്ലേ നല്ലത്. തീ ഒട്ടും വേണ്ട, എനിക്ക് കുറച്ച് തീ മതി. ഇത് ഇതിനകത്തൊന്ന് മിക്സായി വരണം. ഇതിനകത്തെ ഉപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചീസ് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം മാത്രമേ നോക്കാവുള്ളൂ. അതുവരെ ഒന്നും ചെയ്യരുത്. ഞാൻ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത്, അതായത് ആ ഒരു ഇതിനകത്തെല്ലാം ഒന്ന് പിടിക്കണ്ടായോ, അതിന് വേണ്ടി ഒന്ന് ഇത് ഇരിക്കും തോറും കട്ടിയായിക്കൊണ്ടിരിക്കുവേ. കാര്യം ഈ സ്പെഗറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്റ്റാർച്ച് കണ്ടന്റ് അല്ലേ, അത് മൈദ അല്ലേ, അതുകൊണ്ട് അത് ഇരിക്കും തോറും കട്ടിയായിക്കൊണ്ടേ വരും. പക്ഷെ നമ്മുടെ ഫ്ലേവേഴ്സ് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം അറിയാമല്ലോ. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് എരിവ് ഒരുപാടൊന്നും വരികയില്ല. എരിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പെപ്പറിൻ്റെ എരിവ് നല്ലോണം ഉണ്ട് കേട്ടോ. അത് കുറച്ച് നമുക്ക് ആ പെപ്പറിൻ്റെ ടേസ്റ്റ് മുമ്പിൽ വരണം, അതാ വേണ്ടേ. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിതിവിടെ വെച്ചേച്ച് നെക്സ്റ്റ് എനിക്ക് ഒരു ഇച്ചിരി ഒരു ബ്ലോക്ക് ചീസ് കൂടെ ഞാനൊന്ന് അരിഞ്ഞിട്ടേച്ച് അടയ്ക്കുക. അപ്പം ഈ ചീസ് ഇപ്പോൾ 2-3 ബ്ലോക്ക് ഇട്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാത്തത്. മിക്ക ചീസിനും നല്ലോണം ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ വെറുതെ അത് ചേർക്കണ്ട. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് കൂടെ ആകുമ്പോഴത്തേന് അത് ഒത്തിരി അങ്ങ് ഉപ്പ് കൂടിപ്പോവും. പിന്നെ ഉപ്പ് കുറയ്ക്കാനൊക്കെ മെനക്കെട്ട ഏർപ്പാടാണ്. ഇനി ഇതൊരു ചെറിയ ഫ്ലെയിമേൽ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് ഒന്ന് പ്രസൻറ്റ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. ഈ ഫ്ലേവേഴ്സ് എല്ലാം ഇതിനകത്തോട്ടൊന്ന് നല്ലോണം പിടിക്കണം. പിടിച്ച് ഒന്ന് നല്ല എന്നാ പറയുക, ഒരു തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ ഇതിനകത്ത് കിട്ടിയാൽ മതി.